ഒരിക്കൽ വായിക്കാം. 2 കൊരിന്ത്യർ എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ. ഈ വാക്യം നമുക്കറിയാം, പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതുമ്പോൾ എഴുതിയ കാര്യങ്ങളാണ്. അദ്ദേഹം പറയുന്നത്, നാം നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എറിവോട് എരിയുന്നു. നാം ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം, എന്നാൽ സർപ്പം അവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പൗലോസ് താൻ ഭയപ്പെട്ട വിഷയം എന്താണ്? നിങ്ങളാണ് ആരാണ്? ശരിക്കും ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. പൗലോസ് അന്നത്തെ സഭ, കൊരിന്ത്യ സഭയ്ക്ക് പറയുമ്പോൾ, ഞാൻ ക്രിസ്ത്യന്റെ ഏക പുരുഷനാണ് ചെയ്ത് നിർമ്മല കന്യകയെ ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പൊ നമ്മളൊക്കെ ആരാണ്? വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട മണവാട്ടികളാണ്. അതെ, നിങ്ങളാണ് ആരാണ്? മണവാട്ടികളാണ്. വിവാഹ നിശ്ചയം ക്രിസ്ത്യൻ ഏക പുരുഷൻ കർത്താവ് ചെയ്തു നമ്മളെ നിശ്ചയിച്ച് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന വ്യക്തികളാണ്. ആണ് പൗലോസ് പറയുന്നത്, എന്നാൽ സർപ്പം അവയെ ഉഭയത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പൗലോസ് എടുത്തു പറഞ്ഞ കാര്യമുണ്ട്. എന്താണ്? പിശാച് എന്ത് ചെയ്ത് ഉഭയത്താൽ അവയെ ചതിച്ചു എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ ക്രിസ്തുവിനോടുള്ള ഏക മനസ്സ് നിർമ്മലതയും മാറിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമ്മുടെ മനസ്സ് എങ്ങനെയാണ്? നമ്മുടെ മനസ്സ് ദൈവത്തിലാണോ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിലാണോ, അല്ലെങ്കിൽ ലോകത്തിലാണോ നിങ്ങളുടെ മനസ്സ്? എവിടെയാണ് നിങ്ങളുടെ മനസ്സുള്ളത്? നമുക്ക് ഞായറാഴ്ച വരുമ്പോൾ നമുക്ക് ഈ വചനം നമുക്കറിയാം, മനസ്സ് നമുക്കറിയാം, എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഭവനത്തിലായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് എവിടെയാണ്? ദൈവത്തെ പറ്റിയിട്ടുണ്ടോ? അപ്പന്റെ കൂടെ ഇരിക്കണം. നമ്മുടെ മനസ്സ് എവിടെയാണ്? പുതിയ നിയമത്തിൽ പൗലോസ് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹം ഭയപ്പെട്ട എന്തിനു വേണ്ടിയാണ്? ദൈവത്തോടുള്ള മനസ്സ് വിട്ടു മാറിപ്പോകുമോ എന്ന് പൗലോസ് ഭയപ്പെടുന്നു. ഓക്കെ, സർവം അത് പിന്നീട് വരാം. നമുക്ക് അതിന് മുൻപ് കാണാം. ഗലാത്യർ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞത്, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ യേശു ക്രിസ്തു നിങ്ങളുടെ കണ്ണിന് മുൻപിൽ ക്രൂശിക്കപ്പെട്ടവനായി വരച്ച് കിട്ടിയിരിക്ക നിങ്ങളെ സൂക്ഷ്മം ചെയ്ത് മയക്കിയത് ആ. ദൈവത്തിലുള്ള വിശ്വാസികൾ പൗലോസ് എഴുതുമ്പോൾ പല കാര്യങ്ങൾ എഴുതുന്നുണ്ട്. ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുൻപിൽ ഞാൻ എന്ത് ചെയ്ത് ദൈവത്തെ വരച്ച് കാണിച്ച്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കാണിച്ച് നിങ്ങൾ വിശ്വസിച്ച്. ஆனால் ഇപ്പൊ എന്തായി? നിങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവെ വിട്ട് നിങ്ങൾ പലതിന്റെ പുറകെ ഓടിപ്പോകുന്നു. പ്രത്യേകിച്ച് കള്ള ഉപദേശത്തെ അവർ ചെയ്ത് വിശ്വസിച്ച് പൗലോസ് പറഞ്ഞ വിശ്വാസത്തെ വിട്ട് അവർ മാറിപ്പോയി. അത് കേട്ടപ്പോഴാണ് പൗലോസ് എന്ത് ചെയ്ത് ഈ വാക്യങ്ങൾ പറയുന്നത്. പല ലേഖനങ്ങൾ പറയുന്നുണ്ട്, ഞാൻ ഒന്നും എടുക്കുന്നില്ല. എന്റെ ചോദ്യം, നമ്മുടെ മനസ്സ് ക്രിസ്തുവിനോട് പറ്റിയിട്ടുണ്ടോ? നമ്മുടെ മനസ്സ് ഞായറാഴ്ച മാത്രം സഭയിൽ വന്നുകൊണ്ടാണ് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത്. അല്ലാതെ മറ്റു ദിവസങ്ങളിൽ ഞാൻ ദൈവത്തെ ആരാധിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, വചനം വായിക്കുന്നില്ല. ഞാൻ പറയട്ടെ, നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനെ വിട്ട് അകലെ പോയി. ദൈവത്തോട്
പറ്റിയിരിക്കുകയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് സാത്താൻ നിങ്ങളെ വഞ്ചിക്കുന്നുണ്ട്. ക്രിസ്തുവിനോട് നിങ്ങൾക്ക് ഏകാഗ്രത കിട്ടാത്ത വണ്ണം അവൻ എന്ത് ചെയ്ത് നിങ്ങളെ വഴി തെറ്റി കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ? എന്നാൽ സർവ്വം അവയെ ഉപയത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് നാം ഭയപ്പെടുന്നു. എങ്ങനെയാണ് സാത്താൻ അവയെ ചതിച്ചത്? 33 1 തൊട്ട് വായിക്കാം. അത് സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിലെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച്. ദൈവം പറഞ്ഞതാണ് നിങ്ങൾ ഈ വൃക്ഷഫലം കഴിക്കരുത്, കഴിക്കുന്ന ആളിൽ നിങ്ങൾ മരിക്കും. ഇതാണ് ദൈവം പറഞ്ഞ കൽപ്പന. പക്ഷെ ഇവിടെ പിശാച് എന്ത് ചെയ്ത് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുത് എന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ദൈവം വചനത്തിൽ പറഞ്ഞ കാര്യത്തിന് വിരോധമായി ഇത് ചെയ്ത് പിശാച് നമ്മളെ സംശയിക്കുന്ന രീതിയിൽ കൊണ്ടുവന്ന് ഒരു ചോദ്യം ചോദിക്കും. എന്താ ചോദിച്ചത്? വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിന് ഉത്തരം എന്തായിരുന്നു? സ്ത്രീയുടെ ഉത്തരം തോട്ടത്തിന്റെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടത് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ സ്ത്രീ പാമ്പിനോട് ഉത്തരം പറഞ്ഞത് എന്തായിരുന്നു? തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, തോട്ടത്തിലെ വൃക്ഷഫലം ഞങ്ങൾക്ക് തിന്നാം. പക്ഷേ 3 വാക്യം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ സ്ത്രീ പറഞ്ഞപ്പോൾ 4 വാക്യം അതാ പറഞ്ഞത്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ദൈവം എന്താണ് പറഞ്ഞത്? ആ ഫലം കടിക്കുന്ന നാളിൽ നിങ്ങൾ മരിക്കും. പക്ഷെ ഇവിടെ പിശാച് എന്താണ് പറഞ്ഞത്? നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ശരിയാണോ? ദൈവം പറഞ്ഞത് സത്യം തന്നെയാണ്. മരിക്കും എന്ന് പറഞ്ഞാൽ മരിക്കും. പക്ഷെ അവിടെ മരിച്ചത് എന്തായിരുന്നു? ആത്മാവ് മാത്രമല്ല, ദൈവത്തോടുള്ള ബന്ധമാണ് അവർക്ക് നഷ്ടപ്പെടുവാൻ ഇടയായി. പിശാച് പറഞ്ഞ എന്താണ്? നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. അവർ മരിച്ചിട്ടില്ല, അത് ശരിയാണ്. പക്ഷെ എന്താണ് മരിച്ചത്? അവരുടെ ജീവൻ, യേശു നൽകിയ ജീവൻ എന്ന് ചെയ്ത് ആത്മാവിൽ നഷ്ടപ്പെട്ട്, അതാണ് മരിക്കുവാൻ ഇടയായി. ജീവൻ മരിച്ച് പഴം കഴിച്ചപ്പോൾ എന്ത് സംഭവിച്ച്? തങ്ങൾ നഗ്നരെന്ന് കണ്ട് അവരെന്ത് ചെയ്ത്? സ്വയം പോയി അത്യര അവർക്ക് മുഖാന്തരം തങ്ങൾക്ക് തന്നെ ഒരു വസ്ത്രം അവർ ഉണ്ടാക്കി. അത് കാണിക്കുന്നത് ഒന്നുമല്ല, ദൈവത്തിന്റെ കൽപ്പന അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുസരിക്കേണ്ട, സ്വയം തീരുമാനിക്കാൻ കഴിയുമെന്ന് ദൈവത്തെ വിട്ട് മാറിപ്പോകുവാൻ ഇടയായി. ദൈവം കൽപ്പിച്ചെന്തായിരുന്നു? നിങ്ങൾ ആ വൃക്ഷഫലം കഴിക്കുന്ന നാളിത് മരിക്കും. പക്ഷെ പാമ്പ് എന്ത് പറഞ്ഞ്? പിശാച് എന്ത് പറഞ്ഞ്? നീ മരിക്കയില്ല നിശ്ചയം. ഓർത്തോണം, ദൈവത്തിന്റെ വചനത്തിന് വിരോധമായി ആരൊക്കെ വന്നാലും എന്ത് സംസാരിച്ചാലും അത് പിശാച് എന്ന് നിങ്ങൾ ഓർത്തോണം. ദൈവത്തിന്റെ പദ്ധതിക്ക് വിരോധമായി ആണ് പ്രവർത്തിക്കുന്നത് പിശാചിന്റെ ജോലിയാണ്. പക്ഷെ നമുക്ക് അങ്ങനെ പറയുന്നത് പലപ്പോഴും നമുക്ക് എന്തില്ല? നമുക്ക് ഇഷ്ടമില്ല. ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് എന്തില്ല? നമുക്ക് താല്പര്യമില്ല. പക്ഷെ അതേ കാട്ടിലും ആരെങ്കിലും വന്നാ നമുക്ക് കേൾക്കാൻ എന്താണ് ആഗ്രഹം? ദൈവം നിങ്ങൾക്ക് വീട് തരും, നിങ്ങൾക്ക് കാർ തരും, ഇതെല്ലാം കേൾക്കാൻ താല്പര്യം. വാളാക്കുമ്പോൾ തലയാക്കുവൻ. ഞാൻ പറഞ്ഞത്, ആ തെറ്റ് പറയുന്നത്, എത്ര പ്രവചനം പ്രവചിച്ചാലും ആ പ്രവചനം നിങ്ങളുടെ ജീവിതത്തിൽ വരണമെങ്കിൽ നിങ്ങൾക്ക് ദൈവമായിട്ടുള്ള ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ, നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെങ്കിൽ മാത്രമേ
അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഞാൻ എന്റെ ഇഷ്ടത്തിൽ ജീവിച്ചിട്ട് ദൈവം എന്നെ അനുഗ്രഹിക്കും എന്ന് നിങ്ങൾ വിചാരിച്ചാൽ ദൈവം അനുഗ്രഹിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ എപ്പോഴാണ് ദൈവത്തിന്റെ പദ്ധതിക്കായി നിങ്ങൾ ദൈവത്തിന്റെ പ്ലാൻ ആൻഡ് പേർപ്പസ് ഉദ്ദേശത്തിൽ വന്നു ചേർന്നുണ്ടോ അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തിന്റെ നന്മകൾ പ്രാപിക്കാൻ കഴിയൂ. നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്? ഇല്ല, എന്നെ കുറിച്ച് ഒരുപാട് പ്രവചനങ്ങൾ ഞാൻ കേട്ടതാണ്, അതുകൊണ്ട് സംഭവിച്ചിട്ടില്ല. കാരണം ഞാൻ തന്നെയാണ്. ഞാൻ ദൈവത്തിന്റെ വരിയെ വിട്ട് മാറിപ്പോയതുകൊണ്ട് പ്രവചനങ്ങൾ ഒന്നും എന്റെ ജീവിതത്തിൽ നടന്നില്ല. കാരണം പ്രവചനമാണോ ദൈവമാണോ രണ്ടും സത്യമാണ്. ദൈവം സത്യം, പ്രവചനം സത്യമാണ്. പക്ഷേ അത് എന്റെ ജീവിതത്തിൽ നടക്കാതെ കാരണം ആരാണ്? ഞാൻ തന്നെയാണ്. ഞാൻ പറഞ്ഞത് ദൈവം ഒരിക്കലും മാറാത്തതാണ്. ദൈവത്തിന്റെ വചനവും മാറാത്തത്. ദൈവത്തിന്റെ ദാസന്മാർ പ്രവചിക്കുന്നതും ശരിയാണ്. പക്ഷേ അത് എന്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും പാലിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ദൈവമായിട്ടുള്ള ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ നന്മകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. പക്ഷെ നമുക്ക് പലപ്പോഴും ദൈവമായിട്ടുള്ള ബന്ധം വേണ്ട. പക്ഷെ എന്താണ് നമ്മൾ ജീവിക്കുന്ന ലോകവും ലോകത്തിൽ കാണുന്ന നമ്മുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ കാണുന്ന വ്യക്തികൾ നമുക്ക് മതി എന്ന് പറഞ്ഞ് നാം അതിന്റെ പുറകെ പോന്നാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണ്? നമ്മുടെ ആത്മീയ നന്മകൾ നമുക്ക് നഷ്ടമാകും. നിങ്ങൾ ദൈവത്തെ വിട്ട് മാറിപ്പോയിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചില്ലെന്ന് പറഞ്ഞാൽ അതിന് ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്, വേറെ ആരുമല്ല. ഞാൻ പറഞ്ഞത് നമ്മളെ പിന്തിരിക്കുന്നത് ആരാണ്? വിശ്വാസമാണ്. നിങ്ങളുടെ ഇഷ്ടങ്ങൾ സകലം ലോകത്തോട് ആയിരുന്നെങ്കിൽ അവ നിങ്ങളെ വലിച്ചു കൊണ്ടുപോകും. നിങ്ങൾ എന്തിനു വേണ്ടി ഇഷ്ടപ്പെട്ടോ അതിലോട്ട് അവൻ ചെയ്യും, വലിച്ചു കൊണ്ടുപോകും. ഇവിടെ അവയ്ക്ക് സംഭവിച്ചത് എന്താണ്? എന്തുകൊണ്ടാണ് ഇവിടെ ഒരു വാക്യം അവൾ പറഞ്ഞത്? ദൈവം പറഞ്ഞിട്ടുണ്ടോ? ആ വൃക്ഷഫലത്തിൽ തുടർന്ന് പറഞ്ഞിട്ടുണ്ടോ? ദൈവം പറഞ്ഞിട്ടില്ല. പക്ഷെ അവൾ എന്തുകൊണ്ട് അത് എടുത്തു പറഞ്ഞു? അവൾ സ്ഥിരം കടന്നു പോകുമ്പോൾ അവൾ അത് കണ്ട് അത് തുടരുമെന്ന് അവൾ ആഗ്രഹിച്ചു. പറഞ്ഞ മനസ്സിലാണ്ടോ? നാം ഒരു കാര്യം ദൈവം നമ്മൾ നാം എന്ത് ചെയ്യാൻ പാടില്ല കത്താൻ നമ്മൾ പറഞ്ഞോ, നമുക്ക് എന്താണ് നമ്മുടെ ഉള്ളിൽ അത് ചെയ്യണം എന്ന് നമ്മുടെ ഉള്ളിൽ എന്താണ്? ഒരു ടെംപ്ടേഷൻ, ഒരു ശോധന നമ്മുടെ ഇതിൽ വരും. ഞാൻ പറഞ്ഞത് ഇപ്പോൾ അവ എന്ത് ചെയ്ത് അവൾ സ്ഥിരം ആ വൃക്ഷഫലം കാണുമ്പോഴൊക്കെ അവൾക്ക് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അത് കഴിക്കാൻ പാടില്ല അറിയാം. പക്ഷെ അവളുടെ ഉള്ളിൽ എന്തുണ്ട്? ഒരു ആഗ്രഹം, അതിനെ തൊട്ട് നോക്കണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ എന്ത് ചെയ്ത്? പാമ്പ് തന്നോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾ മരിക്കാതെ നിൽക്കേണ്ടത് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ പഴം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞപ്പോൾ പാമ്പ് പറഞ്ഞ് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. അടുത്ത 5-ാം വാക്യം. ഇവിടെ പിശാച് എന്താണ് പറഞ്ഞത്? അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നേരത്തെ ആരായിരുന്നു? ദൈവത്തിന്റെ തേജസ് മുഖാന്തരമാണ് ദൈവത്തെ പോലെ ആയിരുന്ന വ്യക്തികളാണ് ആദമും അവയും. പക്ഷെ ഇവിടെ പിശാച് എന്ത് പറഞ്ഞ്? നിങ്ങൾ തിന്നാൻ നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങളുടെ നന്മ തിന്മയെ കുറിച്ച് അറിയാൻ കഴിയും, നിങ്ങൾ ദൈവത്തെ പോലെ മാറുവാൻ കഴിയും. എന്താണ്? ഇവിടെ പകുതി സത്യമുണ്ട്, പകുതി കള്ളം. ദൈവത്തിന്റെ വചനത്തിന് വിരോധമായി പല കാര്യങ്ങൾ ഒന്ന് ഓർത്തുള്ള അത് പിശാസാണ് എന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് ഓർക്കണം. നമുക്ക് എന്താണ് പലപ്പോഴും നമ്മൾ പിശാസോട് ജീവിച്ച് ഏത് പിശാസ് നമുക്ക് പലപ്പോഴും അറിയാൻ കഴിയുന്നില്ല. എന്നാൽ നമ്മൾ ജീവിതത്തിൽ എല്ലാം നമ്മൾ എല്ലാ വാദങ്ങളും നമ്മൾ ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവൻ കയറി ജീവിക്കട്ടെ എന്ന് നമ്മൾ എന്ത് ചെയ്ത് എല്ലാ വാദങ്ങളും നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവൻ നമ്മളെ കൂടെ ഉള്ളത് കൊണ്ട് നമുക്കിപ്പോൾ എന്താണ് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഞാൻ പറയുന്നത് കർത്താവിന്റെ വചനത്തിന് മുൻപായി നിങ്ങൾ വേറെ ശബ്ദം കേൾക്കുമെങ്കിൽ ഓർത്തണം, ഇത് പിശാചിനെ വഴി തെറ്റിക്കാൻ കൊടുക്കുന്ന ആലോചന എന്ന് നിങ്ങൾ ഓർത്തോർണം. നിങ്ങൾ ചിലപ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അകപ്പെട്ട വാഗ്ദാനങ്ങൾ നിങ്ങൾ ചിലപ്പോൾ പ്രാപിച്ചു കാണും. അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല.
ചിലപ്പോൾ അവൻ നിങ്ങളുടെ ചെവിയിൽ വന്ന് പറയും, നിങ്ങൾക്ക് പറയപ്പെട്ട വാഗ്ദത്തങ്ങൾ ഇത് നടന്നില്ലല്ലോ, അതുകൊണ്ട് വിശ്വസിക്കരുത്. വിശ്വസിച്ച് കാര്യമില്ല എന്ന് നിങ്ങളടുത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും? മനുഷ്യരാണ്. പലപ്പോഴും നമ്മൾ എന്താണ് നെഗറ്റീവ് തന്നെ നമ്മൾ ചിന്തിക്കും. അങ്ങനെ പറയുമ്പോൾ നാം എന്ത് ചെയ്യും? നമ്മൾ ആലോചിക്കും, ശരിയാണല്ലോ, ഇത്രയും ദിവസങ്ങൾ അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ ഒന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. നടന്നില്ലല്ലോ എന്ന് നാം അങ്ങനെ തന്നെ ചിന്തിക്കും. ചിന്തിച്ചിട്ട് അത് ചെയ്യോ, അത് ഒന്നുകൂടെ വിശ്വാസം ചെയ്യോ, എഴുതി കേൾക്കും. എങ്ങനെയാണ്? കണ്ടേ, ഈ ആലോചിച്ചല്ലേ, ശരിയാണല്ലേ, നിങ്ങൾ തന്നെ ചോദിക്കും. അപ്പോൾ നമ്മൾ ചെയ്യാം, ശരിയാണെന്ന് അത് നമ്മൾ ആഞ്ഞ് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ചേരും. പിന്നെ നിങ്ങളുടെ ജീവിതം നശിക്കപ്പെടും. ഞാൻ പറഞ്ഞത് ഇവിടെ സംശയത്തിന്റെ രോഗം വിട്ട് മാത്രമല്ല അവൻ എന്ത് ചെയ്ത്, നിങ്ങൾ കണ്ണ് തുറക്കും. അവർ ഓൾറെഡി കണ്ണ് തുറന്നാണ് ഉള്ളത്. പക്ഷെ അവന് നിങ്ങൾ കണ്ണ് തുറക്കും, നിങ്ങൾ നന്മത്തിനെ കുറിച്ച് അറിയും, നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് കള്ളം പറഞ്ഞു. പറയട്ടെ, നമ്മളിപ്പോ എങ്ങനെയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടോ അന്ന് തന്നെ നമുക്ക് എന്തുണ്ട്? ദൈവത്തിന്റെ ആത്മ നമ്മുടെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങി. ദൈവം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആരാണ്? ദൈവത്തിന്റെ മകനാണ്, മകളാണ്. പക്ഷെ നമുക്ക് പലപ്പോഴും നമുക്ക് എന്താണ് ഇത് നമ്മൾ ഓർക്കാറില്ല. വിശ്വാസം പറഞ്ഞ എല്ലാ കള്ളും നമ്മൾ എന്ത് ചെയ്യും? വിശ്വസിച്ച് അവന്റെ പുറകെ പോകും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, വചനം വായിക്കണം. ഈ വചനം എന്ത് ചെയ്യും? നമ്മളോട് സംസാരിക്കും. ദൈവത്തിന്റെ ജീവനാണ്, ഇതിലൂടെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയും. ശരിക്കും ഞാൻ ആരാണ് എന്ന് എന്നെ പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഞായറാഴ്ച രാവിലെ എടുക്കും, ഉച്ചയ്ക്ക് അവധി കഴിഞ്ഞാൽ കൊണ്ടുപോയി നമ്മുടെ ബൈബിൾ എടുക്കാൻ ഷെൽഫ് കൊണ്ടുപോയി നമ്മളവിടെ വയ്ക്കും. പിന്നെ വെച്ചാൽ നമ്മൾ എപ്പോഴാണ് തിരിഞ്ഞു നോക്കുന്നത്? അടുത്ത ഞായറാഴ്ച ആണോ? അറിയണം, ദൈവത്തെ പോലെ അറിയുകയും ചെയ്യുന്നത് ദൈവം അറിയുന്നത് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? ആറാം വാക്യം, ഒരു കള്ള പറഞ്ഞപ്പോൾ അവൾ എന്ത് ചെയ്ത്? ഇപ്പോൾ ആ വൃക്ഷഫലം നോക്കി. വിശ്വാസി പറഞ്ഞതാണ്, നിങ്ങൾ കണ്ണ് തുറക്കും, നന്മത്തിനെ കുറിച്ച് അറിയും, നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്നും പറഞ്ഞപ്പോൾ അവൾ എന്ത് ചെയ്ത്? വിശ്വസിച്ച്. വിശ്വാസം പറഞ്ഞ് വിശ്വസിച്ച് അവൾ എന്ത് ചെയ്ത്? ഇപ്പോൾ അവൾ ആ വൃക്ഷഫലം കണ്ട്. പക്ഷെ കണ്ടപ്പോൾ വചനം എന്താണ് പറയുന്നത്? ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും. ഇത്രയും വർഷങ്ങൾ കണ്ടിട്ടും അവൾക്ക് നല്ലതൊന്നും തോന്നിയില്ല. പക്ഷെ ഇപ്പോഴാണ് തോന്നുന്നത് ആ വൃക്ഷഫലം നല്ലതും, തിന്മാൻ നല്ലതും, കാണാൻ ഭംഗിയുള്ളതും. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വർഷങ്ങൾ കണ്ടിട്ട് തിന്നാൻ ഭംഗിയില്ലായിരുന്നു. പക്ഷെ പിശാച് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചപ്പോൾ എന്താണ്? തിന്മാൻ നല്ലതും, കാണാൻ ഭംഗിയുള്ളതും, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമും എന്ന് സ്ത്രീ കണ്ട് ഫലം ഭരിച്ച് പിന്നെ ഭർത്താവിനും കൊടുത്ത് അവനും തിന്നു. പക്ഷെ കഴിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ഏഴാം വാക്യം, ഉടനെ അവരുടെ കണ്ണ് തുറന്ന് തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞ് അത്തിയിലെ കൂട്ടുതുണി തങ്ങൾക്ക് അറിയാതെ ഉണ്ടാക്കി. അവർ സ്വയം എന്ത് ചെയ്ത്? നഗ്നെന്ന് കണ്ട് അത്തിയിലെ കൊണ്ട് അവർക്ക് തന്നെ ഒരു ഡ്രസ് അവർ ഉണ്ടാക്കി. ഇപ്പോൾ എട്ടാം വാക്യത്തിൽ വരാം. ഇവിടെ വചനം വെയിലാകിയപ്പോൾ ദൈവം എന്ത് ചെയ്ത്? തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. ദൈവം നടന്നു വന്നു. എല്ലാ ദിവസവും ദൈവം വെയിലാറിയപ്പോൾ താൻ ഉണ്ടാക്കിയ ആദാമോട് അവയോടും സംസാരിക്കുവാൻ ദൈവം വന്നു. പക്ഷെ ഇന്ന് കർത്താവ് വന്നപ്പോൾ ഇന്ന് എന്താണ് സംഭവിക്കുന്നത്? മനുഷ്യനും ഭാര്യയും യഹോവ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ വിളിച്ചു. ഉടനെ യഹോവ ദൈവം മനുഷ്യനെ വിളിച്ചു, എവിടെ എന്ന് ചോദിച്ചു. ദൈവം അന്വേഷിക്കുന്നുണ്ട്. വന്നപ്പോൾ രണ്ടുപേരും കാണാറില്ല. ഓടി എന്ന് ചെയ്ത് വിളിച്ച്, ദൈവം വിളിച്ച്, ആദാമേ നീ എവിടെ എന്ന് വിളിച്ച്. ഓക്കെ,
ഉടനെ 10ാം വാക്യത്തിലുള്ള തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നത കൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നത കൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചെന്ന് അവൻ പറഞ്ഞു. സത്യം പറഞ്ഞു. എന്താണ്? നിന്റെ ശബ്ദം കേട്ട്, പക്ഷെ ഞാൻ നഗ്നത കൊണ്ട് എന്ത് ചെയ്ത് ഞാൻ ഓടി ഒളിച്ച് എന്ന് അവൻ സത്യം പറഞ്ഞപ്പോൾ ദൈവം ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ഈ നഗ്നത നിന്നോട് ആർ പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നോ എന്ന് അവൻ ചോദിച്ചു. ഇവിടെ ദൈവം ചോദിക്കുന്നത്, നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു? തിന്നരുത് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു. ഉടനെ എന്താണ് മറുപടി ആയിരുന്നത്? പുരുഷന്റെ മറുപടി, അവൻ മനുഷ്യൻ എന്നോട് കൂടെ ഇരുപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു. എന്നാണ് പറഞ്ഞത്? അതിന് പുരുഷൻ, എന്നോട് കൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് അവൻ പറഞ്ഞു. ഉടനെ ദൈവം എന്താണ് സ്ത്രീയോട് ചോദിച്ചത്? യഹോവയായ ദൈവം സ്ത്രീയോട്, നീ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന് പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. ദൈവം സ്ത്രീയോട് ചോദിച്ചപ്പോൾ സ്ത്രീ പറഞ്ഞ മറുപടി എന്തായിരുന്നു? പാമ്പിനെ വഞ്ചിച്ചു, പാമ്പിനെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. വളരെ സ്നേഹത്തിൽ വന്ന് ദൈവത്തിന്റെ വചനത്തിന് വിരോധമായി അത് ചോദിച്ചെന്താണ്? അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ഒരു ചോദ്യം പോലെ ഒന്ന് ചോദിച്ച് അവൾ എന്ത് പറഞ്ഞേ? നിങ്ങൾ മരിക്കത്തില്ല നിശ്ചയം എന്ന് പറഞ്ഞ് നിന്റെ കണ്ണ് തുറക്കും, നിങ്ങൾക്ക് ജ്ഞാനം കിട്ടും, പിന്നെ എന്താണ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സ്ത്രീ എന്ത് ചെയ്ത്? വിശ്വസിച്ചു. അപ്പോൾ എന്താണ് വിശ്വസിച്ചത്? ദൈവത്തിന്റെ വചനത്തല്ല, പാമ്പിനുടെ വാക്കുകളെ അവൾ വിശ്വസിച്ച് അവൾ എന്ത് ചെയ്തു? പാപത്തിൽ വീഴുവാൻ ഇടയായി. ഇതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, പാമ്പ് അവനെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സും അവന് ചതിക്കും. അതുകൊണ്ട് നിങ്ങൾ വളരെ കെയർഫുള്ളായി ഇരിക്കണമെന്ന് പൗലോസ് എടുത്തു പറഞ്ഞ കാരണം. പക്ഷെ നമുക്ക് എന്തില്ല, ആ കെയർലെസ് ആണ് നമുക്ക് ജീവിതത്തിൽ അധികം. ചിലപ്പോൾ കെയർഫുൾ ആകുന്നത് വളരെ കുറവാണ്. നമ്മൾ ദൈവവചന വിരോധമായി പിശാച് പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. അത് നാം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നാം വീഴ്ന്നു പോകാനുള്ള സാധ്യതകൾ നമ്മുടെ മുൻപിൽ ഒരുപാടുണ്ട്. യേശു കർത്താവ് 40 ദിവസം ഉപവസിച്ച് തന്റെ അടുക്കൽ വന്ന് പിശാച് എന്താണ് ചോദിച്ചത്? കർത്താവ് 40 ദിവസം ഉപവസിച്ച് അവർക്ക് 40 ദിവസം കഴിഞ്ഞപ്പോൾ ദൈവം മനുഷ്യർക്ക് അവർക്ക് എന്താണ്? വിശപ്പ് വന്നു. ഈ വിശപ്പ് എങ്ങനെ പിശാച് അറിഞ്ഞ്? കർത്താവ് പറഞ്ഞ എനിക്ക് വിശപ്പിനുണ്ട് പറഞ്ഞില്ല. പക്ഷെ പിശാച് എന്താണ് പറഞ്ഞത്? ഈ ദൈവപുത്രനല്ലേ, ഈ കല്ലുകളെ അപ്പമാക്കുക, കൽപ്പിക്കുക, കല്ലോട് കൽപ്പിക്കുക. ഞാൻ പറയട്ടെ, യേശു കർത്താവ് കൽപ്പിച്ചാൽ കല്ല് അപ്പമാകും, അത് ആകും. ആണ് കർത്താവ് ചെയ്തില്ല. കർത്താവ് എന്താണ് പറഞ്ഞത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ എന്ന് പറയുന്ന വചനം കൊണ്ടും ജീവിക്കും. ഇത് ജീവിക്കുന്ന വചനമാണ്. ഇത് ഏറ്റെടുക്കുന്നവർക്ക്, ഇത് വിശ്വസിക്കുന്നവർക്ക് അവൻ ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ഈ വചനം മാറാത്തത്, ഒരിക്കലും മാറാത്തത് വചനമാണ് ദൈവം സംസാരിച്ചത്. പിശാച് വചനത്തിന് വിരോധമാണ് കൊണ്ടുവന്നത്. കർത്താവിന്റെ അടുക്കൽ പറഞ്ഞത്. അടുത്ത അവൻ എന്ത് ചെയ്തു? പിശാച് എന്ത് ചെയ്തു? ഉയർന്ന കൊണ്ടുപോയി എന്ത് ചെയ്ത്? താഴെ ചാടാൻ പറഞ്ഞു. അവൻ പറഞ്ഞു എന്താണ്? 20 സംഖ്യത്തിൽ പറയുന്നുണ്ടല്ലോ, ചാടുമ്പോൾ നിന്റെ ദൂതന്മാർ നിന്റെ കയ്യിൽ താങ്ങും, നീ ചാടി ദൂതന്മാരെ രക്ഷിക്കും എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ചെയ്ത എന്താണ് പറഞ്ഞത്? പിശാച് എന്താണ് പറഞ്ഞത്? ഈ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക, നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്റെ കയ്യിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതിയിരിക്കണല്ലോ എന്ന് പറഞ്ഞപ്പോൾ യേശു കർത്താവ് എന്താണ് പറഞ്ഞത്? നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കുന്നത് എന്നും കൂടെ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. കർത്താവ് കോട്ട് ചെയ്തതാണ്, ദൈവത്തിന്റെ വചനമാണ്.
ഇന്നും പിശാച് കടന്നു വരുന്നതാണ് ദൈവത്തിന്റെ വചനത്തിന് വിരോധമായി നമ്മുടെ ജീവിതത്തിൽ അവൻ കടന്നു വരും. ഇവിടെ നമുക്ക് ദൈവത്തിന്റെ വചനം നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ നാം വീഴ്ന്നു പോകും. അവ വീഴ്ന്നു പോകാൻ കാരണം എന്തായിരുന്നു? പിശാച് പറഞ്ഞ വാക്കിനെ അവർ വിശ്വസിച്ചു. ദൈവത്തിന്റെ വചനത്തെ എടുത്തു പറഞ്ഞാണ് പിശാചിനെ തോൽപ്പിക്കുന്നത് കാണാൻ കഴിയും. അടുത്ത വാക്യം വായിക്കുമ്പോൾ 8-ാം വാക്യം, ലോകത്തിലെ മുഴുവൻ വചനം എങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. ഓക്കെ, യേശു കർത്താവ് മരിക്കും വരെ ലോകവും അതിന്റെ ഫുൾ ഇതും പിശാചിന്റെ കയ്യിലായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് അവൻ സകല മഹത്വം അവൻ കാണിച്ചത്. പക്ഷേ പറഞ്ഞതാണ്, വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. പക്ഷെ കർത്താവ് 10-ാം വാക്യം കർത്താവ് പറഞ്ഞത്, സാത്താനെ എന്നെ വിട്ടു പോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കുക എന്ന് എഴുതിയിരിക്കണമല്ലോ എന്ന് പറഞ്ഞു. നമുക്ക് ദൈവത്തെ അറിയാത്ത സമയത്ത് നാം പലതിന്റെ പുറകെ പോയി, ദൈവം എന്ന് വിചാരിച്ച് പലതിന്റെ പുറകെ പോയി നാം ദൈവം എന്ന് വിചാരിച്ച് നമസ്കരിച്ച്, ஆனால் ദൈവത്തെ അറിഞ്ഞിട്ട് നാം പിന്നെ വഴിമാറി പോകുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ശിക്ഷാവിധിയുണ്ട്. നാം ദൈവത്തെ തള്ളി പറഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് അതൊക്കെ ശിക്ഷാവിധിയുണ്ട്. ஆனால் കർത്താവ് സ്നേഹമായ ദൈവം അവന് വിശ്വസിച്ച് വന്ന് ഒരുവരെയും ദൈവം എന്ത് ചെയ്യില്ല, കൈ വിട്ടിട്ടില്ല. അവന് വിശ്വസിച്ച് വന്നവരെ കർത്താവ് എന്ത് ചെയ്തു? അവസാനത്തോളം വഴി നടത്തുവാൻ അവൻ വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, നിങ്ങൾ വിളിച്ച ദൈവൻ വിശ്വസ്തനാണ്. എന്നെ നിങ്ങൾ വിളിച്ച ദൈവൻ വിശ്വസ്തനാണ്. ഞാൻ ഇത്രയും പറഞ്ഞത്, പിശാച് ദൈവത്തിന്റെ വചനത്തിന് വിരോധമായാണ് നമ്മുടെ ജീവിതത്തിൽ അവൻ ഇന്നും പ്രവർത്തിക്കുവാൻ കഴിയും. പക്ഷെ നാം അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മളും ക്രിസ്തുവിനോടുള്ള ആ ഏക മനസ്സ് വിട്ട് നമുക്കും മാറിപ്പോകുവാൻ കഴിയും. ക്രിസ്തുവിനോടുള്ള നമ്മൾ ഏക മനസ്സ് അത് മാറാൻ 3 സെക്കൻഡ്സ് മതി. എങ്ങനെയാണ്? നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധമില്ലെങ്കിൽ, നമുക്ക് പ്രാർത്ഥന ഇല്ലെങ്കിൽ, വചനവാണി ഇല്ലെങ്കിൽ നമുക്കും ക്രിസ്തുവിനോടുള്ള ഏക മനസ്സ് വിട്ട് ദൂരേക്ക് പോകുവാൻ കഴിയും. ദൈവത്തെ വിട്ട് അകന്നു പോകുവാൻ കഴിയും. നാം ഞായറാഴ്ച വന്നത് മാത്രം നമ്മൾ വിശ്വാസത്തിൽ വളരാൻ കഴിയത്തില്ല. നിങ്ങൾ വചനം കേൾക്കുന്നത് മാത്രമല്ല, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഭവനത്തിൽ പോയി ഈ വചനങ്ങൾ പറഞ്ഞ സത്യമാണ് എന്ന് നിങ്ങൾ വായിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ ഇത് ചെയ്യണം, ഇതിനെ നോക്കണം, എടുത്തു നോക്കണം. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളും ക്രിസ്തുവിനോട് ഏക മനസ്സ് വിട്ട് ഒരു ദിവസം പിന്നോക്കി പോകാൻ കഴിയും.